കൈ വെട്ടൂലെങ്കിൽ ഒരു കാര്യം പറയാം, മുതലാളി ഒരു ചെറ്റയാണ്. അതായത് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സൂംബ ഡാൻസിന്റെ പ്രശ്നം, എന്താണ് ഇതുവരെ വ്യാപകമായ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ഈ കാണുന്ന ആളുടെ പേര് ബിലാൽ. ഇദ്ദേഹം ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. സൂംബ ഡാൻസിന്റെ പ്രശ്നം എന്താണ് എന്നതിനെ കുറിച്ച് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. മതമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല കേട്ടോ എന്ന് പറയാമെങ്കിലും മതമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പൊ കാണാം ബിലാലിന്റെ സുവിശേഷങ്ങൾ. സംബന്ധിച്ചിടത്തോളം ന്യൂമോണിയ നമുക്ക് അസുഖമാണ്. അപ്പൊ ന്യൂമോണിയയെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? ന്യൂമോണിയ ഈസ് എൻ എയർവേ ഡിസീസ്, അത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ന് എഴുതി നിർത്തി കഴിഞ്ഞാൽ അതോടെ പൂർണ്ണമാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സൂംബ ഡാൻസിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ന്യൂമോണിയക്ക് അതിന്റെ എറ്റിയോളജി, അതിന്റെ പാത്തോജനസിസ് അല്ലെ, അതിന്റെ കോംപ്ലിക്കേഷൻസ്, അതെങ്ങനെ വരുന്നു, എന്താണ് പ്രശ്നം, അത് എവിടേക്കാണ് കൊണ്ടുചെന്നെത്തുക എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. അതേപോലെ ഇദ്ദേഹം സൂംബ ഡാൻസിനെ ന്യൂമോണിയ എന്ന് പറയുന്ന ഗുരുതരമായ ഒരു ശ്വാസകോശ അസുഖത്തിനോടാണ് ഉപമിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ന്യൂമോണിയയും സൂംബയായിട്ട് എന്താണ് ബന്ധം, എന്തിനാണ് അങ്ങനെ ഉപമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട, മനസ്സിലായില്ലേ? കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണ്ട. പക്ഷെ ഇനി കേൾക്കുന്ന ആൾക്കാർക്ക് ന്യൂമോണിയ പോലെ മാരകമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് സൂംബ എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ വന്നോട്ടെ എന്നൊരു കാരണം കൂടി ഇതിന്റെ പിറകിലുണ്ട്. സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വരുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂംബ ഡാൻസ് വരുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വന്ന സാധനമാണ് സൂംബ. അപ്പൊ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇത് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ സംസ്കാരവും കൂടി ഇങ്ങോട്ട് വരും എന്നതാണ് ഇദ്ദേഹം ആദ്യമായി പറയുന്ന ഒരു സംഗതി. അപ്പോൾ ഇന്ത്യൻ അല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരണ്ടെന്നാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സൂംബ വലിയ പ്രശ്നമാണെന്ന് പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗക്കാരാണല്ലോ, അവര് ഇവിടെ ഉള്ളവരായിരുന്നോ അതോ വേറെ എവിടെയെങ്കിലും വന്നതാണ്? വന്നപ്പോ കൊണ്ടുവന്ന സംസ്കാരമല്ലേ ഇപ്പൊ പിന്തുടരണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? അല്ല, ഇവിടത്തെ ഇല്ലാത്തൊരു സംസ്കാരം, ഇവിടത്തെ സംസ്കാരം അല്ലാത്ത ഒന്ന് നമ്മൾ എന്തിനു പിന്തുടരണം? ആ സംസ്കാരം പിന്തുടരാമെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ സംസ്കാരം പിന്തുടർന്നുകൊണ്ട് എന്താണ് പ്രശ്നം? അവിടുത്തെ മനുഷ്യരല്ലേ ജീവിക്കണം? അവരൊക്കെ മക്കളെ ജനിപ്പിക്കുന്നില്ലേ, കുടുംബജീവിതം നയിക്കുന്നില്ലേ, ഭക്ഷണം കഴിക്കുന്നില്ലേ, കിടന്നുറങ്ങുന്നില്ലേ, സന്തോഷമായിട്ട് മരിക്കുന്നില്ലേ? അപ്പൊ അവർക്കില്ലാത്ത എന്ത് കുഴപ്പമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്? ആദ്യമായിട്ട് ഏറ്റവും പൊള്ളയ ഒരു വാദമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടത്തെ അല്ല അവിടത്തെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടത്തെ അല്ല പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്ന് തുള്ളുന്ന രീതിയിലേക്കുള്ള ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുചെന്ന് യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഇടകലരാൻ പാടില്ല. ഇതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. ഇവരുടെ ഈ മതപണ്ഡിതന്മാരെന്ന് പറയുന്ന കുറെ ആൾക്കാരുടെ പ്രസംഗങ്ങൾ കേട്ടപ്പോഴും അതുപോലെ കുറെ ആളുകളുമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ തലച്ചോറാണോ അതിനു പകരം സെക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈംഗിക അവയവമാണോ? കാരണം 24 മണിക്കൂറും ആ ഒരു ചിന്തയുള്ളൂ. ഒരു 10 മിനിറ്റ് പ്രഭാഷണം കേട്ടാലും അരമണിക്കൂർ പ്രഭാഷണം കേട്ടാലും ഇതന്നെ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ജീവിതത്തിൽ വേറെ ഒരു സംഗതികളും ഇല്ലേ മനുഷ്യരെ എന്ന് തോന്നിപ്പോ. ആണും പെണ്ണും, അതിപ്പോ കുട്ടിയായാലും ശരി, 69-70 വയസ്സുള്ള കിളവി ആയാലും ശരി, ഇവർക്ക് ഈ ഒരൊറ്റ കാര്യം പറയാൻ പാടുള്ളൂ. അപ്പൊ ഇതെപ്പോ വേണമെങ്കിലും സംഭവിക്കും. കാരണം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഇതെപ്പോ സംഭവിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. സ്കൂളുകളിലും അങ്ങനെ ആവാം, മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഇത് നമ്മൾ റെസിസ്റ്റ് ചെയ്യണം. എങ്ങനെ റെസിസ്റ്റ് ചെയ്യണം? ഒരു മതില് കെട്ടിയിട്ട് പെമ്പിള്ളാരെ ഇപ്പുറത്തും ആമ്പിള്ളാരെ ഇപ്പുറത്തും വെച്ചിട്ട് റെസിസ്റ്റ് ചെയ്താൽ മതിയോ? സാധാരണ ഇവരങ്ങനെയാണ് ചെയ്യാറ്. കല്യാണ വീടുകളിൽ പോലും ഒരു മറ വെച്ചിട്ട് പെണ്ണുങ്ങൾ അപ്പുറത്തും ആണുങ്ങൾ ഇപ്പുറത്തുമാണ് ഇരിക്കുന്നത്. ഈ മറയുടെ അപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളും മൊത്തം മറച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആരെ പേടിച്ചിട്ടാണ്? അങ്ങനെയുള്ള ഇവര് മാത്രമുള്ള സ്ഥലങ്ങളിൽ ഇവർ ആണുങ്ങളാണല്ലോ ഉണ്ടായിരിക്കുക. അപ്പൊ അവരുടെ കൺട്രോളിങ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇത്രയധികം ഭയക്കുന്നത്. ഞങ്ങളെ പോലുള്ളവരൊക്കെ ഇറങ്ങി നടക്കുന്നത് ഞങ്ങൾക്ക് ഈ ആണുങ്ങൾ എന്ന് പറയുന്നത് മൃഗങ്ങളൊന്നുമല്ല, മനുഷ്യരാണ് എന്ന ബോധം വളരെ വ്യക്തമായി ഉള്ളത് കൊണ്ടാണ്. മര്യാദയുള്ള മനുഷ്യരാണ് ചുറ്റുമുള്ളത്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് അങ്ങനെയല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഭയക്കുന്നത്. നിങ്ങളുടെ ഭയം ഇതാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലരാൻ പാടില്ല, ഒരു രീതിയിലും ഇടകലരാൻ പാടില്ല. സൃഷ്ടാവ് മനുഷ്യനെ ഭൂമിയിൽ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? സൃഷ്ടാവ് മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ കൂടെ ഒരു സ്ത്രീയെയും അവന് കൊടുത്തു ഇണയായിട്ട്. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കി മതിൽ കെട്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഓരോരുത്തരും ഉണ്ടാക്കുകയല്ലേ ചെയ്തത് കേട്ടോ. ബേസിക് പൊതു സ്കൂളുകളിലേക്ക്, ആ ബേസിക് യൂണിറ്റുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ന് നമ്മൾ ഈ തുള്ളുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക പിന്നീട് അതൊരു DJ പാർട്ടികളിലേക്ക്, ആ രീതിയിലേക്ക് പോകും. തുള്ളുന്ന സംസ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് DJ പാർട്ടിയിലേക്ക് പോകും. DJ പാർട്ടിക്ക് എന്താണ് പ്രശ്നം? DJ പാർട്ടി എന്ന് പറയുന്നത് പാട്ട് വെച്ച് ഡാൻസ് ചെയ്ത് ആളുകൾ മതിമറന്ന് സന്തോഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നടക്കാൻ പാടില്ല. ഇവരെപ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും ചെറിയൊരു കാര്യത്തിന് വരെ ഉപമിക്കാനോ വലിയ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള സംഗതികളാണ് ഉപയോഗിക്കാറ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേൾക്കുന്ന ആളുകൾക്ക് ആ പറയുന്ന സാധനം പോലും വലിയൊരു സംഭവമാണ്, ഒരു മാരകമായിട്ടുള്ള കാര്യമാണ്, ഇത് നടക്കാൻ പാടുണ്ടോ എന്ന് തോന്നൽ വരണം. അതിന് വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് പറയാ പർദ്ദ അല്ലാതെ വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ വസ്ത്ര സ്വാതന്ത്ര്യം, ഈ കാര്യങ്ങളൊക്കെ പറ്റി പറയുമ്പോൾ ഇവര് പറയും എന്നാ പർദ്ദ വേണ്ട, നിങ്ങൾ ബിക്കിനി ഇട്ടുമെന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും നമ്മളെ നാട്ടില് കേരളത്തിലെ സ്ത്രീകൾ ബിക്കിനി ഇട്ടുകൊണ്ട് പൊതുസ്ഥലത്ത് ഇറങ്ങി നടക്കുന്നത് കണ്ടിട്ടുണ്ടോ?
ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ആളുകളുടെ തുറിച്ചുനോട്ടം ഒന്ന്, രണ്ടാമത് നമ്മൾ അതുമായിട്ട് ഒട്ടും യൂസ്ഡ് അല്ല. ഈ തുറിച്ചുനോട്ടമൊക്കെ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ടൂറ് പോയാൽ മാത്രമാണ്. അല്ലാതെ നമ്മളുടെ നാട്ടില് ഇങ്ങനെ ഇട്ടുകൊണ്ട് നമ്മൾ കടയിൽ പോവോ, നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുമോ? കാരണം നമ്മൾ അതുമായിട്ട് യൂസ്ഡ് അല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയാണ്, പർദ്ദ ഇടാതിന് പകരം ഒരാൾ ബിക്കിനി ഇട്ടുകൊണ്ട് ഇറങ്ങുന്ന കാര്യം നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ തന്നെ അത് അത്ര ഭയാനകമാണ്. കാരണം നമ്മുടെ സാമൂഹിക അവസ്ഥ അത്ര കൺജസ്റ്റഡ് ആണ്. അപ്പൊ നമുക്കത് അയ്യോ എന്നൊരു സാധനം വരില്ലേ. ഇതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം ഡ്രസ്സുകളുണ്ട്, ചുരിദാറുണ്ട്, പാവാടയുണ്ട്, ബ്ലൗസ് ഉണ്ട്, സാരി ഉണ്ട്, പലതരത്തിലുള്ള ഡ്രസ്സുകളുണ്ട്. പക്ഷെ ഇതൊന്നും ഇവര് പറയില്ല. പകരം ഇവര് ബിക്കിനി പറയും. സാമൂഹികമായി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അയ്യോ എന്ന് തോന്നിക്കുന്ന ഒരു കാര്യമായിട്ടേ ഇവര് കാര്യങ്ങളെ കൊണ്ടുപോയി മാച്ച് ചെയ്യാറുള്ളൂ. അപ്പൊ സൂംബ എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ബോറിംഗ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി പാട്ടിന്റെയും മ്യൂസിക്കിന്റെയും അകമ്പടിയോടുകൂടി ആളുകൾ ചെയ്യുന്ന ഒരു എക്സസൈസ് രീതിയാണ്. അപ്പൊ അതിനെ കൊണ്ടുപോയി ഉപമിച്ചിരിക്കുന്നത് DJ പാട്ടുമായിട്ടാണ്. മനസ്സിലായില്ല? അതിലേക്ക് എത്തും. തുള്ളൽ, ഡാൻസ് അല്ല, തുള്ളൽ എന്നാണ് പറയുന്നത്. അതിലേക്ക് എത്തും എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുക, DJ പാർട്ടിയും നമുക്ക് യൂസ്ഡ് അല്ല. ഇവിടെ ഇവിടുത്തെ ടൗണിലൊക്കെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുക. പലരും പബ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടില്ലാത്തവരാണ്. അപ്പൊ അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കഥകളിലും അതുപോലെ സിനിമയിലും സീരിയലിലും പിന്നെ അപ്പപ്പോ വരുന്ന വാർത്തകളിലും ഒക്കെ കാണുന്ന ഇത് വെച്ചിട്ട് ആളുകളുടെ ഉള്ളിൽ ഒരു പിക്ചർ എന്താണ്, അവിടെ മയക്കുമരുന്ന് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും വൃത്തികെട്ട രീതിയിൽ ഡാൻസ് ചെയ്യും, മദ്യപിക്കും, അതുപോലെ തന്നെ അവർ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ സെക്സ് ചെയ്യും, രാത്രി പുറത്തിറങ്ങി അപകടങ്ങൾ ഉണ്ടാക്കും, ആളുകളുടെ മെക്കിട്ട് കയറി. ഇതൊക്കെയാണ് ആളുകളുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പൊ സൂമ കളിച്ചാൽ ആളുകൾ അങ്ങനെയാകും എന്ന് പറഞ്ഞുകൊണ്ട് MBBS വിദ്യാർത്ഥി ഉദ്ദേശിക്കുന്നത് ഇത് വലിയ കുഴപ്പമാണ് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല സംഗതി. എക്സസൈസ് ചെയ്യുന്നതിൽ എന്തുവാടോ നിങ്ങൾക്ക് പ്രശ്നം? പാട്ട് കേട്ടാ കുഴപ്പം, ഫോട്ടോ എടുത്താൽ കുഴപ്പം, സിനിമ കണ്ടാൽ കുഴപ്പം. എന്നാൽ ഈ നിങ്ങൾ തന്നെയാണ് സിനിമയിൽ അഭിനയിക്കുന്നതും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിനകത്തുനിന്ന് കാശുണ്ടാക്കുന്നതും എല്ലാം നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് ഇത് എന്ന് തീരൂത്. ഞാൻ മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. മോഡേൺ മെഡിസിൻ ആണ്. മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മറ്റു പല രാജ്യങ്ങളും മറ്റു പല സംസ്കാരം ശരിയാണ്. മോഡേൺ മെഡിസിൻ എന്നുള്ളത് അതിൽ പല സംസ്കാരങ്ങൾക്ക്, ഈവൻ അറബ് സംസ്കാരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പിന്നെ ഈ മെഡിസിന്റെ പിന്നെ ആദിമ മെഡിസിന്റെ അല്ല, ഇവിടെയുള്ള മെഡിസിന്റെ പിതാവ് ആര് ആണ് എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുണ്ട്. അവതാരകൻ വളരെ വിദഗ്ധമായിട്ടൊരു ചോദ്യം ചോദിച്ചു, താങ്കൾ മോഡേൺ മെഡിസിൻ ആണല്ലോ പഠിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ, മോഡേൺ മെഡിസിൻ പഠിക്കുന്ന താങ്കൾക്ക് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഗതി അല്ലല്ലോ. ശരിക്കും ഭാരതീയത്തിന്റെ ഒരു ആയുർവേദ ശൃംഖല എന്താണ്? അത് ആയുർവേദമാണ്. അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ മോഡേൺ മെഡിസിൻ, അലോപ്പതി മെഡിസിൻ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അത് താങ്കൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ സൂംബയ്ക്ക് എന്താണ് ഇത്തം എന്ന ചോദ്യത്തിന് ഇദ്ദേഹം പറയാണ് അതിനകത്ത് അറബും ഉണ്ട് അത്രേ. അപ്പൊ അറബിന്റെ ഒരു സംസ്കാരം ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇദ്ദേഹം പറയുന്നത് മോഡേൺ മെഡിസിന്റെ ഒക്കെ പിതാക്കന്മാരെ നോക്കി പോയി കഴിഞ്ഞാൽ അതിനകത്ത് മുസ്ലിംസ് ഉണ്ടെന്നാണ്. മുസ്ലിംസും അറബും തമ്മിലുള്ള ബന്ധം കൊണ്ട് ഇദ്ദേഹത്തിന് മോഡേൺ മെഡിസിനിൽ യാതൊരു അയിത്വമില്ല. ഇതിനെ നമ്മൾ പറയാന്ന് പറയുന്നത് മെഴുകുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാനായിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന ഏറ്റവും സില്ലി ആയിട്ടുള്ള റീസൺസ് മാത്രമാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, സൂംബ ഡാൻസ് എങ്ങനെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി വിമുക്തമാക്കാൻ സൂംബ ഡാൻസിന് എന്തുകൊണ്ടാണ് പറ്റുക? സൂംബ ഡാൻസ് എങ്ങനെയാണ് ലഹരി എതിർക്കുന്നതെന്ന് ചോദിക്കണം. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ലഹരി എതിർക്കാൻ വേണ്ടി സ്കൂളുകളിൽ വേറെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവർക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ കുറച്ചും കൂടി കർശനമാകുക എന്നുള്ളൊരു സംഗതിയാണ് സ്കൂളുകളിൽ, അല്ലെങ്കിൽ മൊത്തമായിട്ട് കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്തായാലും 7 മാസത്തേക്ക് ഇനി നോക്കണ്ട, അങ്ങനെ ഒരു മാറ്റം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി നശിച്ച് പോയാൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത് ഇവർക്ക് എന്താ പറയാൻ, ഇവർക്കൊന്നും പറയാനില്ല. പക്ഷെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് സൂംബ ഡാൻസിനെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ലഹരി വിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്ത മതമാണ് ഇവരുടേത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. കാരണം ഇവരിൽ ആൾക്കാർ മദ്യപിക്കാറൊന്നും ഇല്ലല്ലോ, ഈ മതത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യപ്പുഴ കിട്ടും എന്നാണ് ഇവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം. ഇവരാരും ഇവിടത്തെ ഈ ഒരു നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല. മരിച്ചു പോയതിനു ശേഷം മദ്യം എന്ന് പറയുന്നത് എന്താ? ലഹരി തന്നെയാണ്. അത് പുഴയായിട്ട് കിട്ടുന്നു. ആ പുഴയിൽ ചാടി ലഹരിയിൽ ഇങ്ങനെ നടക്കാന്ന് വിചാരിക്കുന്ന ആളുകളുടെ അടുത്ത് ലഹരി വിരുദ്ധ പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ദേഷ്യം വരായിരിക്കും. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ല, താങ്കൾ ആ സൂചിപ്പിച്ചതിൽ എന്താണ്? അതായത് ഈ ആധുനിക വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ മുസ്ലിങ്ങളുണ്ട് എന്നതിന് എന്താണ് പ്രാധാന്യം? ഒരു പ്രാധാന്യമില്ല. ഞാൻ ഒരു പ്രാധാന്യമില്ല, അതെനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താണെന്നറിയാമോ, നമ്മൾ ഇതിലൊക്കെ ഉണ്ട്, നമ്മൾ മോശപ്പെട്ട ആൾക്കാരൊന്നും അല്ല കേട്ടോ എന്ന് തെളിയിക്കണല്ലോ, അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കഷ്ടം ഓരോരുത്തരുടെ ഗതിയുടെ. സൂംബ ഡാൻസിന് ലഹരി വിമുക്തമാക്കാൻ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അവതാരകൻ എന്തായാലും പൊള്ളിച്ചടക്കുന്നുണ്ട്. ഈ രീതിയിൽ വേണം കാര്യങ്ങൾ പറയാനായിട്ട്. ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് ആക്ടിവിറ്റികൾ, സത്യം പറഞ്ഞാൽ ഇതെല്ലാം ആക്ടിവിറ്റികളാണ്.
സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. കേരള സർക്കാരിന്റെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അത്, പുതുതലമുറയ്ക്ക് വേണ്ടി എന്ന് തന്നെ ഞാൻ പറയും. ബാക്കി ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളൊക്കെ പുറകെ നടക്കുന്നുണ്ടെങ്കിലും സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ കൊണ്ടുവരുന്നതിലൂടെ എന്താണ് ഗുണം, എങ്ങനെയാണ് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമായിട്ട്, അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുന്നത് നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ് കാര്യം. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതായത് ഒരു ആക്ടിവിറ്റിയിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരാൾക്ക് മറ്റ് ലഹരികൾ വേണ്ടി വരില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോ വിഡ്രോവലിന്റെ സ്റ്റേജിൽ നിൽക്കുന്ന ഷൈൻ ടോം ചാക്കോയുടെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ക്യൂവിൽ അത് ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതിപ്പോ സിന്തറ്റിക് ലഹരിയാണെങ്കിലും മറ്റേത് ലഹരിയാണെങ്കിലും ആളുകൾ ഒറ്റയ്ക്കാവുമ്പോൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നുള്ളപ്പോൾ വരുന്ന ഒരു കമ്പാനിയൻഷിപ്പാണ്. ആളുകൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവില്ല. പണ്ട് ഡബ് ചെയ്യുന്നതിനിടയ്ക്കും അഭിനയിക്കുന്നതിനിടയ്ക്കും ഒക്കെ പോയി സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ഷൈൻ ഇപ്പോ ആ സമയങ്ങൾ ഉപയോഗിക്കുന്നത് ടെന്നീസ് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റേ ടെൻഡൻസി വരുന്നില്ല. സോ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക എന്ന് പറയുന്നത്, അതുപോലെ ഇതുപോലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വരുന്ന തലമുറകളെ ഇങ്ങനെ ബോറടിച്ച് ഒന്നും ചെയ്യാതെ ചടഞ്ഞ് മയക്കുമരുന്നടിച്ച് ഇടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ രക്ഷിക്കും എന്നുള്ളതാണ് സത്യം. ആക്ടിവിറ്റികളിൽ സൂംബ എക്സസൈസ് എന്ന് പറയുന്നത് യാതൊരു രീതിയിലുള്ള തെളിവില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ എന്താണ് തെളിവില്ലാത്തത്? അത് നിങ്ങൾക്ക് സമർത്ഥിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾക്ക് സംസ്കാരം എന്നതിനെ പറ്റി മാത്രമേ പറയാനുള്ളൂ എന്നതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ബോഡി അനങ്ങിക്കൊണ്ടുള്ള ഏതൊരു ആക്ടിവിറ്റിയും ബോഡിക്ക് എക്സസൈസ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്നതായിക്കോട്ടെ, സ്റ്റെപ്പ് കയറുന്നതായിക്കോട്ടെ, ഇങ്ങനെയുള്ള പലതും നമ്മൾ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതുപോലും നമുക്ക് എനർജി പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിനെ ഫിറ്റ് ആക്കി വെക്കുന്ന എക്സസൈസ് ആണ്. അപ്പൊ പിന്നെ സൂംബ എന്ന് പറയുന്ന സാധനം ഈ ഒരു പാട്ടിട്ടിട്ട് ഡാൻസ് 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ചെയ്യുന്നത് ബോഡിക്ക് ഒരു രീതിയിലും പ്രയോജനം ചെയ്യില്ലെന്നാണോ മോഡേൺ മെഡിസിൻ പഠിക്കുന്ന താങ്കൾ പറയുന്നത്? താങ്കളൊക്കെ മെഡിസിൻ പഠിച്ചിട്ട് എന്ത് കാര്യമൊന്നും എനിക്കതാ മനസ്സിലാവത്തും. അതായത് ഞാൻ ഇപ്പോൾ ധരിച്ചിട്ടുള്ള വസ്ത്രമോ, ഞാൻ മെഡിക്കൽ പിന്നെ കോളേജിൽ പിന്നെ പഠിക്കുന്ന സമയത്ത് ധരിക്കുന്ന കോട്ടോ, അതൊന്നും എന്റെ സംസ്കാരത്തിന് വിരുദ്ധമല്ല. അപ്പോൾ താങ്കൾ ഷാർപ്പായി പറയൂ, എന്താണ് സൂംബ ഡാൻസിലെ സാംസ്കാരിക വിരുദ്ധത? എന്താണ് സാംസ്കാരിക വിരുദ്ധത എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിന്റെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സാംസ്കാരിക വിരുദ്ധത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അതിന് സാംസ്കാരിക വിരുദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റേതായിട്ടുള്ള ചില പിന്നെ തുള്ളലുകൾ, പാടലുകൾ, അതിൽ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ, ഇതിനൊക്കെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കാൻ, എന്താണ് ഈ പാട്ട് സാംസ്കാരികമായ എതിർക്കപ്പെടേണ്ട ഒന്നാണോ എന്ന് പറഞ്ഞ് അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. പറയാൻ പോയിന്റ് ഇല്ലാത്ത വരുമ്പോഴാണ് ഈ ബബ്ബബ്ബ അടിക്കുന്നത്. അവതാരം നല്ല മിടുക്കനായതുകൊണ്ട് തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വരുന്നൊരു സംശയം, നമുക്ക് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, ഇവരെ ഈ മതം പറയുന്ന കുറെ കാര്യങ്ങളും ഈ മോഡേൺ മെഡിസിനും തമ്മിൽ എങ്ങനെയാ കണക്ട് ചെയ്ത് പോകുന്നത്? ശാസ്ത്രവും ഇതും തമ്മിൽ, മതവിശ്വാസം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ഏത് മതവിശ്വാസമായാലും നിങ്ങൾ എടുത്തു നോക്കിക്കോ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കണക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇവരുടെ പോയിന്റ് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നില്ല. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് പ്രശ്നം വന്നാൽ ചർച്ച ചെയ്യണം. ഏത് വിഭാഗത്തെ? അതാണ് ചോദ്യം. ഇപ്പൊ നമുക്കറിയാം ഒരുപാട്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗോമാതാവിന്റെ വലിയൊരു പ്രശ്നം നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ബീഫ് ഫെസ്റ്റ് ഒക്കെ നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ഗോമാതാവ് എന്ന് പറയുന്ന എന്താണ് അതിന്റെ സങ്കല്പം? അത് ഹിന്ദുക്കളുടെ സങ്കല്പ പ്രകാരം ദൈവമാണ്, അല്ലെ? അവർ പശുവിനെ ദൈവമായിട്ടാണ് കാണുന്നത്. പശുവിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളാകട്ടെ, അല്ലെങ്കിൽ അതുപോലുള്ള കാമധേനുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പശുവിനെ അവർ ദൈവമായിട്ട് ആരാധിക്കുന്നു, അതിനെ ഉപദ്രവിക്കാതിരിക്കുന്നു, അതിനെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ ഇതൊക്കെ ദൈവികമാണെന്നും അതിന്റെ പുണ്യം അവർക്ക് ലഭിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇത് ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനെ ഏതൊക്കെ രീതിയിൽ ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ആളുകളടക്കം അപമാനിച്ചിട്ടുണ്ട്. അന്ന് ചർച്ച ചെയ്തിരുന്നോ? പല കാര്യങ്ങളും ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ വിഭാഗത്തിന് മാത്രം ചർച്ച ചെയ്യണം. കഴിഞ്ഞ ദിവസം സ്കൂളിന്റെ സമയം മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മതപഠനം എപ്പോഴാണോ അതിനനുസരിച്ചിട്ടാണ് സ്കൂളിന്റെ ടൈം വെക്കുന്നത്. സർക്കാർ സ്കൂളിന്റെ ടൈം 10 മണി മുതലാക്കി. 10 മണി എന്ന് പറഞ്ഞാൽ കുട്ടികൾ എത്ര മണിക്ക് എഴുന്നേൽക്കും? സ്കൂളിൽ പോകേണ്ട ഒരു കുട്ടി, ഇവരുടെ മതവിഭാഗത്തിലുള്ള ആളുകൾക്ക് രാവിലെ മതപഠന ക്ലാസ് ഉണ്ട് പോലും, അത് കഴിഞ്ഞിട്ടേ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ടൈം ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇത് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, വേറെ ആർക്കുണ്ട് ഇതുപോലെ ചർച്ച ചെയ്ത് അവരുടെ സമുദായങ്ങൾക്കനുസരിച്ച് സർക്കാരിന്റെ തീരുമാനങ്ങൾ മാറ്റാനുള്ള ശേഷി? എന്റെ ചോദ്യം ഇതാണ്. നമുക്കറിയാം ഇവിടുത്തെ ICSE സിലബസുകൾ, IB സിലബസ്, CBSE സിലബസുകൾ ഒക്കെ എടുത്ത് നോക്കിക്കോ. ഇവിടങ്ങളിലൊക്കെ സ്കൂളിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? 7 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങും. ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആവുമ്പോൾ കുട്ടി വീട്ടിലെത്തും. കൊച്ചിന്റെ സമയം, അത് കളിക്കാനായാലും പഠിക്കാനായാലും ഉറങ്ങാനായാലും തിന്നാനാണെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമിന് പോകാനാണെങ്കിലും ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും സമയം ഒരു ദിവസത്തിൽ ഉണ്ട്. 7 മണിക്ക് സ്കൂളിൽ എത്തേണ്ട കുട്ടി എങ്ങനെ പോയാലും 5:36 എഴുന്നേറ്റ് റെഡിയാവും. കുട്ടീന്റെ ഒരു ദിവസം ഏർലി ആയിട്ട് തുടങ്ങുകയാണ്. അതായത് ഒരു 5 മണിക്ക് ദിവസം സ്റ്റാർട്ട് ചെയ്ത കുട്ടി ഏകദേശം 10 വർഷം 10th വരെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആ കുട്ടിക്ക് ഒരു ലേസി പാറ്റേൺ, ലേസി ലൈഫ് സ്റ്റൈൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്.
ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് വന്നിരിക്കുന്ന ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, മെറ്റബോളിസം ഇഷ്യൂസ് ആവട്ടെ, ഇതൊന്നും തന്നെ ഈ കുട്ടിക്ക് ഉണ്ടാവില്ല. കാരണം കുറെ നേരം ഫാസ്റ്റിംഗിൽ ഇരിക്കുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിന് കഴിക്കും, ഉച്ചയ്ക്ക് ടൈമിന് കഴിക്കും, കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം ലഭിക്കും. കാരണം 5 മണിക്ക് എണീക്കുന്ന കുട്ടി എങ്ങനെ പോയാലും വൈകുന്നേരം ഒരു 9, 9:30, 10 ആകുമ്പോഴത്തേക്കും ഉറക്കം വരും. കാരണം കുട്ടികൾ കുറച്ചും കൂടി ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരും കൂടിയാണ്. നമ്മൾ നടന്നു പോകുന്നിടത്ത് അവർ ഓടിയാണല്ലോ പോകുന്നത്. അപ്പോ കുട്ടികളുടെ നാളത്തെ ഒരു ഭാവി, ഒരു തലമുറ എങ്ങനെ മെച്ചപ്പെടാൻ പറ്റും എന്നതനുസരിച്ചിട്ടാണ് ആ സിലബസുകൾ വിവരമുള്ളവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി കേരള സർക്കാരിന്റെ ഇതിൽ പഠിക്കുന്ന കുട്ടി, മതപഠനം രാവിലെ ഇല്ലാത്തൊരു കുട്ടി 10 മണിക്ക് ക്ലാസ്സിലെത്താൻ 9 മണിക്ക് എണീച്ചാൽ മതി. ശനി ഞായറും ലീവ് ആണെന്നുണ്ടെങ്കിൽ 12 മണി വരെ വേണമെങ്കിൽ കിടന്നുറങ്ങാം. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്? രാത്രി 2 മണി വരെ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുക, ഉച്ചയാകുമ്പോൾ എഴുന്നേൽക്കുക. പകൽ എന്ന് പറയുന്ന സംഗതി കുറച്ചേ ഉള്ളൂ മനുഷ്യരുടെ കയ്യിൽ. ഇനി നാളത്തെ കുട്ടികളെ അത് പഠിപ്പിക്കാനാണ് ഈ മതപണ്ഡിതന്മാരുടെയും ഈ പറഞ്ഞ കുറച്ച് സമുദായക്കാരുടെയും ചർച്ച കൊണ്ട് സർക്കാർ വരെ എത്തി നിൽക്കുന്നത്. എത്ര ദുരവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പഠിപ്പിക്കുന്ന പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സംസ്കാരം ഏർലി മോർണിംഗ് എണീറ്റ് ആക്ടിവിറ്റീസ് തുടങ്ങുക എന്നുള്ളത്. ഒരു 9 മണി നമ്മൾ രാത്രിത്തെ ഭക്ഷണം വരെ നമ്മൾ 6 മണിക്ക് മുമ്പ് കഴിച്ചിരിക്കണമെന്നാണ്. അതിനപ്പുറത്തേക്ക് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് ദഹിപ്പിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇതുപോലും അറിയാത്ത ആളുകൾ ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം രോഗങ്ങൾ വരുന്നത്, ഇത്രയധികം ആളുകൾ വേഗം മരിക്കുന്നത്. 60 വയസ്സ് വരെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ അതാണ് ശരാശരിയായിട്ട് കണക്കാക്കുന്നത്. ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്? അപ്പൊ ഈ സമുദായത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ ചർച്ച ചെയ്യണമെന്ന് പറയുന്ന നിങ്ങൾ എല്ലാ സമുദായത്തിനും ഈ ഒരു അവസരം ഉണ്ടോ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ ഞാൻ പഠിക്കുന്നത് പിന്നെ ഒരുമിച്ചല്ലേ, ഒരുമിച്ചാണ്, അതിൽ എനിക്ക് പ്രശ്നമില്ല. ഒന്നെങ്കിൽ തെങ്ങെ കയറിച്ചത്ത്, അല്ലെങ്കിൽ പനയെ കയറിച്ചത്ത്, രണ്ടും കൂടി ഒരുമിച്ചാക്കല്ലേ, കീറിപ്പോവും. ഞാൻ ആണും പെണ്ണുങ്ങളായിട്ട് ഒരുമിച്ചാണ് പഠിക്കുന്നത്, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ളവർക്ക് കുഴപ്പമുണ്ടെന്ന് അവർ പറഞ്ഞു, അല്ലെ ബാക്കിയുള്ളവർക്ക് കുഴപ്പമുണ്ടോ ഇല്ലെന്ന് താനാണോ തീരുമാനിക്കുന്നത്? ഈ പറയുന്ന മതപണ്ഡിതരാണോ തീരുമാനിക്കുന്നത്? ഇത് എന്തൊന്ന് തേങ്ങയാണ്, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഞാൻ ഒരാണിന്റെ കൂടെ പെണ്ണിന്റെ കൂടെ പഠിക്കണോ വേണ്ടേ തീരുമാനിക്കുന്നത് ഞാനാണ്. ഇനി എനിക്ക് മിക്സഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാനായിട്ട് ഇവിടെ വുമൻസ് ഓൺലി ആയിട്ടുള്ള സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, എനിക്ക് അത് ചൂസ് ചെയ്യാം. അല്ലാതെ ഞാനൊരു മിക്സഡ് സ്കൂളിൽ പോയി നിന്നിട്ട് എനിക്ക് ആമ്പിള്ളേരുടെ കൂടെ ഒന്നും പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെയുള്ള ആമ്പിള്ളേരെ മുഴുവൻ പുറത്താക്കുന്നു പറയുന്നത് തലയ്ക്ക് ഓളം ഇല്ലാന്ന് ആൾക്കാർ പറയും. ഒരു ചെമ്പരത്തി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഓടിക്കോളാൻ പറയും. അതാണ് നിങ്ങളിപ്പോ പറയുന്നത്. കേരളത്തിൽ ഇത്രയും ആളുകൾക്ക് ഇല്ലാത്ത ഒരു പ്രശ്നം നിങ്ങൾക്ക് മാത്രം. നിങ്ങൾക്ക് പാട്ട് പാടാൻ വയ്യോ? പാടണ്ട. പാട്ട് കേൾക്കാൻ വയ്യോ? പാട്ടുള്ളിടത്ത് ഇരിക്കണ്ട. ഇതിലപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ളതല്ല ഈ ഭൂമി. ഇവിടെ ഓരോന്നും മറ്റുള്ളവർക്കും കൂടി പങ്കുവെച്ച് ജീവിക്കാനും പറ്റും. ഒക്യുപ്പൈഡ് ആണല്ല. ഇവിടെ വലിയ രീതിയിലുള്ള സർവൈവൽ വാർ നടക്കുന്നുണ്ട്. ചെടികൾ തമ്മിലുണ്ട്, മൃഗങ്ങൾ തമ്മിലുണ്ട്, മനുഷ്യർ തമ്മിലുണ്ട്. അപ്പൊ പോലും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഒരു വീട്ടിൽ 4 ആളുകൾ ജീവിക്കുമ്പോൾ 4 ആളുകൾക്ക് 4 തരത്തിലുള്ള ഇഷ്ടങ്ങളാ, 4 തരത്തിലുള്ള റുട്ടീനാണ്, 4 തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും അവരവിടെ ജീവിക്കണുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലേ ഒരു ലോകത്ത്, ഒരു സംസ്ഥാനത്ത്, ഒരു ജില്ലയിലൊക്കെ ആളുകൾക്ക് ജീവിച്ചു പോകാൻ പറ്റൂ. നമ്മളൊരു എന്താ പറയുക, ഒരു അതിർത്തികളൊക്കെ, ഇത് കണ്ണിന് കാണാത്ത അതിർത്തികൾ വെച്ചിരിക്കുന്നത് മനുഷ്യർക്ക് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാനാണ്. നിങ്ങൾ പറയുന്നത് പോലെ വസ്ത്രം ധരിക്കണം, നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കണം, നിങ്ങൾ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ പറയുന്ന പോലെ വിസർജിക്കണം. അതുപോലും എങ്ങനെ ചെയ്യണം എന്ന് നാട്ടുകാരെ മൈക്ക് കെട്ടി പഠിപ്പിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? എനിക്കറിഞ്ഞൂടാ. ഞാനിപ്പോ ഇതൊക്കെ പറയുന്നത് കൊണ്ട് ഇതിന്റെ പരിണിത ഫലങ്ങൾ എന്താവുന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പേടിക്കണില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതൊക്കെ ഒന്ന് പറയണ്ടേ? എത്ര നാൾ ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കും? ബാക്കി ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ മനുഷ്യരല്ലേ? നമുക്ക് ഉണ്ടോ മതവും മതവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ? നമ്മൾ ആരെങ്കിലും അതും പറഞ്ഞ് ഉപദ്രവിക്കാൻ പോരുന്നോ? എടോ, നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളെ പ്രൈവറ്റ് ആണ്, അത് നിങ്ങളെ കയ്യിൽ വെക്കും. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ പോകുന്നേ? അങ്ങനെ അനുസരിപ്പിച്ച് അവരെ കൊണ്ട് അടിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ലഭിക്കാൻ പോകുന്നത്? ഈ ഭൂമിയിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റൊരുവന്റെ മൂക്ക് വരെയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ളത് അവന്റെയാണ്. അവൻ എന്ത് ഡ്രസ്സ് ധരിക്കണം, എന്ത് പഠിക്കണം, എന്ത് എക്സസൈസ് ചെയ്യണം, ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ഇനി രണ്ടാമതായി, ഇതിനൊക്കെ വഴങ്ങി കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ. ശിവൻകുട്ടി ആദ്യം ഒന്ന് പറയും, പിന്നെ ചർച്ചയ്ക്ക് തയ്യാറാകും, പിന്നെ വഴങ്ങിക്കൊടുക്കും. സ്കൂളിന്റെ ടൈമിങ്ങിൽ നമ്മൾ കണ്ടതാണ്. രണ്ടാമതായിട്ട് സൂംബ, ഇതിനും അവർ വഴങ്ങിക്കൊടുക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. 3ാം പിണറായി സർക്കാർ വന്നാൽ ഈ പറയുന്ന പ്രത്യേക വിഭാഗത്തിന് മാത്രം വഴങ്ങിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ജീവിച്ചാൽ മതിയോ? ബാക്കിയുള്ളവർക്ക് മൗലിക അവകാശങ്ങളില്ലേ, പൗരാവകാശങ്ങളില്ലേ, ഈ പറയുന്ന എല്ലാ അവകാശങ്ങളും ഇല്ലേ? നമ്മൾ എന്ത് ചെയ്ത് സഹിക്കണം? രണ്ടാമതായിട്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ചർച്ച ചെയ്യണം, അവരുടെ പ്രശ്നം കേൾക്കണം. വേറെ ആർക്കെങ്കിലും വേണ്ടി ഇദ്ദേഹം ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ശബരിമലയിൽ എത്ര വലിയ പ്രശ്നം ഉണ്ടായി, ചർച്ചയ്ക്ക് തയ്യാറായിരുന്നോ സർക്കാർ? നിങ്ങളായിട്ട് ചർച്ച ചെയ്തിരുന്നോ എന്തെങ്കിലും കാര്യങ്ങൾ? മുനമ്പത്ത് എത്ര വലിയ വിഷയം വന്നു, ചർച്ചയ്ക്ക് തയ്യാറായിരുന്നോ? മുനമ്പത്ത് വീട് പോയവർ മുഴുവൻ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. എന്തിനു നിന്നു സർക്കാർ? കോടതിയിൽ, സുപ്രീം കോർട്ടിൽ അവർക്കെതിരെ പോയ ആൾക്കാരാണ്. ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കാരായ MP മുഴുവൻ അവർക്കെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്ത ആൾക്കാരാണ്. ഇവരൊക്കെയും ഇപ്പോൾ ഈ പറയുന്ന പിന്തുണ, ഇവരുടെയൊക്കെ പിന്തുണ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവർക്ക് പ്രീണിപ്പിക്കേണ്ട സമുദായക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ ചർച്ച ചെയ്യണമെന്ന് രണ്ടുപേരും ഒരേപോലെ പറയുന്നത്. ഇവർ രണ്ടുപേരുടെ സ്വരം ഒരേപോലെ ഇരിക്കുന്നില്ലേ? അപ്പോ 7 മാസം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരിൽ ആര് വന്നാലും നമ്മുടെയൊക്കെ തല ഈ പറയുന്ന പ്രത്യേക സമുദായക്കാർക്ക് അനുസരിച്ച് പോകാവുള്ളൂ എന്ന നിലയിൽ വരും. അവരുമായിട്ട് മാത്രമേ ഇവർ ചർച്ച ചെയ്യുള്ളൂ. ബാക്കിയുള്ള ആർക്കെന്ത് പ്രശ്നം വന്നാലും ഇവിടെ ചർച്ച ചെയ്യില്ല. നമ്മള് ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമല്ല, നമ്മുടെ വോട്ടിന് വിലയില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അന്ന് അങ്ങനെയാണോ വേണ്ടത്?
വോട്ടിന് വില വേണ്ടേ? നമ്മുടെ കാര്യങ്ങൾ പരിഗണിക്കപ്പെടണ്ടേ? നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ അതിവിടെ വേണ്ടേ? എനിക്ക് എന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയണ്ടേ? ഇന്ത്യൻ പൗരൻ എന്ന മൗലിക അവകാശം മതം നോക്കാതെ എല്ലാവർക്കും ലഭിക്കണ്ടേ? അതിനുവേണ്ടി ഈ പറയുന്ന രണ്ടുപേർക്കും വോട്ട് ചെയ്യണോ, അതോ വേറെ ആരെങ്കിലും നമുക്കിതൊക്കെ നടത്തിത്തരാൻ പറ്റുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കണ്ടേ? അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സംഭാവനകളാലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. തുടർന്നും കുറച്ച് നാളും കൂടി നിങ്ങളുടെ കാര്യമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് ആവശ്യമാണ്. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴേക്ക് നമുക്ക് വീഡിയോയിലൂടെ വരുമാനം വരുന്ന ഒരു മാർഗം റിപ്പോർട്ട് അടിച്ച് കുറെ അഭ്യുദയകാംക്ഷികൾ, കമ്മ്യൂണിസ്റ്റുകാരോ കൊങ്ങികളോ ഒക്കെ ആണെന്ന് തോന്നുന്നു, ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയില്ല, അടിച്ച് നമുക്ക് വരുമാനം വരുന്നത് നിലച്ചിരിക്കുന്ന അവസ്ഥയായതുകൊണ്ടാണ് പ്രേക്ഷകരോട് പിന്തുണ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു പിന്തുണ അയക്കാനായിട്ട് എപ്പോഴും ഞങ്ങളെ ഒന്ന് സഹായിക്കുക. അതുപോലെ അഡ്വർടൈസ്മെന്റ് ചെയ്യാനും പബ്ലിക് ഒപ്പീനിയനിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. എന്തിനു വേണ്ടിയും ഈ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.